ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് ഇപ്പോൾ 1-2 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചോദിച്ചിരുന്നു. അതിനാൽ തന്നെ എങ്ങനെയാണ് നമ്മുടെ ചാനലിന് വേണ്ട നല്ല പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾ മൊബൈലിൽ നിന്നെല്ലാമാണ് ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസർ എല്ലാം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിൽ തന്നെ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജ് ഇങ്ങനെ ലഭിക്കും. ഇതിൽ നിങ്ങൾക്ക് കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ ഒരു ചാനലിൽ പ്ലേലിസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ പുതിയ ഒരു പ്ലേലിസ്റ്റ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ന്യൂ പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ പ്ലേലിസ്റ്റ് നെയിം എല്ലാം കൊടുക്കാം. ഇപ്പോൾ ഞാൻ യൂട്യൂബ് അപ്ഡേറ്റ്സ് എല്ലാം കൊടുക്കുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റ്സ് എല്ലാം നൽകുന്ന വീഡിയോസ് എല്ലാം ഈ ഒരു പ്ലേലിസ്റ്റിലേക്കാണ് ആഡ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ ഇവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്നാണ്. ഇനി നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ യൂട്യൂബ് അപ്ഡേറ്റ്സ്, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പ്ലേലിസ്റ്റിന് ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കുക്കിംഗ് എല്ലാമാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കുറേ അധികം പ്ലേലിസ്റ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെജ് റെസിപ്പി അല്ലെങ്കിൽ നോൺ വെജ് റെസിപ്പി, ഇനി സെപ്പറേറ്റായി കുറേ ചിക്കൻ കറി റെസിപ്പി എല്ലാം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചിക്കൻ കറി റെസിപ്പിക്കായി ഒരു പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല നെയിം എല്ലാം കൊടുക്കാൻ, ചിക്കൻ കറി റെസിപ്പി മലയാളം ഇപ്രകാരം എല്ലാം കൊടുത്ത് അതിലേക്ക് നിങ്ങൾ ചിക്കൻ കറിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യൂവേഴ്സിന് അവർക്ക് വേണ്ട വീഡിയോസ് വളരെ ഈസിയായി നിങ്ങളുടെ ചാനലിൽ പോയി അവർക്ക് കാണാനെല്ലാം സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണിത്. അല്ലെങ്കിൽ നമ്മൾ ഇത് കറക്റ്റായി ഇത് ഓർഗനൈസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ വീഡിയോ ഏതാണോ നമ്മുടെ വ്യൂവേഴ്സിന് കാണേണ്ടത് അത് അവർക്ക് പെട്ടെന്നൊന്നും പിക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം ഒരുപാട് വീഡിയോസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതിനാൽ തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ചാനലിൻ്റെ റാങ്കിങ് എല്ലാം വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതായത് നമ്മുടെ വീഡിയോസ് എല്ലാം കറക്റ്റായി ഓർഗനൈസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ചാനലിൻ്റെ ഇതിൻ്റെ ഗ്രോത്തിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ തന്നെ ഞാൻ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ പ്ലേലിസ്റ്റ് എന്നതിൽ യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം ഇൻ ദിസ് പ്ലേലിസ്റ്റ് ഐ വിൽ ഷെയർ ദി ലേറ്റസ്റ്റ് യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5000 ക്യാരക്ടേഴ്സ് എല്ലാം ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യാം. അതിനാൽ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഞാനിപ്പോൾ ഇത് ടൈപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ഇത് കറക്റ്റായി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കുക. ഇനി ഇപ്രകാരം നിങ്ങൾക്ക് കുറച്ച് ടാഗ്സ് എല്ലാം ഈ ഒരു പ്ലേലിസ്റ്റിന് പറ്റുന്ന തരത്തിലുള്ള ടാഗ്സ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ഹാഷ് ടാഗ്സ് എല്ലാം ഇപ്രകാരം ടൈപ്പ് ചെയ്ത് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനും സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഹാഷ് ടാഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ വിസിബിലിറ്റി പബ്ലിക് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് പബ്ലിക് എന്ന് കൊടുത്താൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ഈ ഒരു പ്ലേലിസ്റ്റ് എല്ലാം കാണാൻ സാധിക്കൂ. പ്രൈവറ്റ് എന്നതിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മാത്രമായെല്ലാമാണ് കാണുക. അതുപോലെ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കാതിരിക്കുക. ഇപ്രകാരം പബ്ലിക് എന്ന് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്ലേലിസ്റ്റ് അവിടെ കാണിക്കും. അതായത് ഇത്തരത്തിൽ നമ്മൾ 5 പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വീഡിയോ ഏത് പ്ലേലിസ്റ്റിലേക്കാണ് സ്യൂട്ടാകുന്നത് അത് കറക്റ്റായി നിങ്ങൾ സെലക്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഉദാഹരണമായി നമ്മൾ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് വീഡിയോ എന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് ഫയൽ എന്നതിൽ പോയി
ഇവിടെ നിന്നും ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പ്ലേലിസ്റ്റ് ഏതാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. യൂട്യൂബ് അപ്ഡേറ്റ്സ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ആകെ ഒരു പ്ലേലിസ്റ്റ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ യൂട്യൂബ് അപ്ഡേറ്റ്സുമായി റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ പ്ലേലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ പ്ലേലിസ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ ന്യൂ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള പ്ലേലിസ്റ്റിനേക്കാൾ കൂടുതലായി ഏതെങ്കിലും ഒരു പുതിയ പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് പുതിയ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വീഡിയോസ് എല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് ഇവിടെ ന്യൂ പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ ഒരു ക്രിയേറ്റ് എ ന്യൂ പ്ലേലിസ്റ്റ് എന്നതിൽ ഇപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ഒരു പ്ലേലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. ഇപ്രകാരം യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായി നമുക്ക് ഇതിനനുയോജ്യമായത് കൊടുക്കുക. അതിനുശേഷം ഇത് പബ്ലിക് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് വേണ്ട ഹാഷ്ടാഗ് അതുപോലെ നമുക്ക് വേണ്ട കീവേഡ്സ് എല്ലാം കറക്റ്റായി കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് കൊടുക്കാം. ഇപ്രകാരം നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഈ രണ്ട് പ്ലേലിസ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഏത് പ്ലേലിസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്ത് നമുക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ആകും. അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസിയായി പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇതുവരെ നിങ്ങളുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നല്ല രീതിയിൽ നല്ല ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്ത് സെർച്ചബിൾ കീവേഡ്സ് അതുപോലെ ഹാഷ്ടാഗ് എല്ലാം കൊടുത്ത് ഇത് കറക്റ്റായി നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിൽ പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് എല്ലാം അതിലേക്ക് അപ്ലോഡ് ചെയ്ത് നോക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള വ്യൂസിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാനും ആളുകൾക്ക് നിങ്ങളുടെ ചാനലിൽ വന്ന് അവർക്ക് വേണ്ട വീഡിയോസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനും ഇത്തരത്തിൽ നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അതിനാൽ തന്നെ ഇതുവരെ ഈ ഒരു കാര്യം ചെയ്തു നോക്കാത്തവർ ഇപ്പോൾ തന്നെ ഇത് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്